വേദിയിലും സദസ്സിലുമുള്ള ഏറ്റവും ബഹുമാന്യരായ അക്ഷരസ്നേഹികളെ, ഏതാണ്ട് 3.5 വർഷത്തിന് മുന്നേ പ്രവർത്തനം ആരംഭിച്ച പേപ്പർ പബ്ലിക്കയുടെ 124, 125, 126 എന്നീ സീരിയൽ നമ്പറുകളിൽ ഉൾപ്പെട്ട 4 പുസ്തകങ്ങളുടെ പ്രകാശനമാണ് ഈ വേദിയിൽ നടക്കുന്നത്. ക്ലിപ്തപ്പെടുത്തി ലഭിച്ച സമയത്തിൻ്റെ മാത്രം ലഭ്യത ഉള്ളതിനാൽ നേരിട്ട് സ്വാഗതം മാത്രം 2 വരിയിൽ പറഞ്ഞുകൊണ്ട് ഞാൻ പേപ്പർ പബ്ലിക്കയുടെ എഡിറ്റർ എന്ന നിലയിൽ എൻ്റെ കൃത്യം നിർവഹിച്ചുകൊള്ളാം. കാലച്ചുവടുകൾ എന്ന പുസ്തകത്തിലൂടെ ബഹുമാന്യനായ പന്ന്യൻ രവീന്ദ്രൻ്റെ ജീവിതവും രാഷ്ട്രീയവും സാഹിത്യവുമാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്ന പ്രിയപ്പെട്ട കെ ജയകുമാർ സാറിനും പുസ്തകം സ്വീകരിക്കുന്ന ബഹുമാന്യനായ അഡ്വക്കേറ്റ് വി ജോയി MLAയ്ക്കും പേപ്പർ പബ്ലിക്കയുടെ പേരിൽ ഈ ചടങ്ങിലേക്ക് സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. നമ്മുടെ എല്ലാം പ്രിയങ്കരനായിരുന്ന മുൻ MP തലേക്കുന്നൽ ബഷീറിൻ്റെ സൗത്ത് ആഫ്രിക്കൻ യാത്രാനുഭവങ്ങളാണ് മണ്ടേലയുടെ നാട്ടിൽ ഗാന്ധിജിയുടെയും. 2003 വർക്കല കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അനിയാവ സാഹിത്യ സംഘം ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചതാണ്. അതിൻ്റെ പുതിയ പതിപ്പ് തലേക്കുന്നിൽ ജീവിച്ചിരുന്നപ്പോൾ തന്നെ കൂടുതൽ ചിത്രങ്ങൾ കൂടി ചേർത്തുകൊണ്ട് അല്പം കൂടി മിനുക്കലുകൾ, കൂട്ടിച്ചേർക്കലുകൾ വരുത്തിക്കൊണ്ടാണ് ഈ പുസ്തകം റീപ്രിൻ്റ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നത്. അതിൻ്റെ DTP ജോലികൾ നടന്നു വരുന്നതിനിടയിലാണ് ആകസ്മികമായി തലേക്കുന്നൽ ബഷീർ നമ്മെ വിട്ടുപിരിഞ്ഞ് പോകുന്നത്. ഇന്ന് ഈ വേദിയിൽ മണ്ടേലയുടെ നാട്ടിൽ ഗാന്ധിജിയുടെയും എന്ന പുസ്തകം മണ്ടേലയുടെ നാട്ടിൽ ഗാന്ധിജിയുടെ കാൽപ്പാടുകൾ തേടിപ്പോയ ഒരു യാത്രയുടെ അനുഭവമാണ് ഈ പുസ്തകം പ്രകാശിപ്പിക്കുന്നത്. ഏറെ പ്രിയങ്കരനായ എഴുത്തുകാരനും പത്രപ്രവർത്തകനും പ്രിയപ്പെട്ട സുഹൃത്തുമായ നജീബ് കാന്തപുരം MLA ആണ്. പുസ്തകം സ്വീകരിക്കുന്നത് പേപ്പർ പബ്ലിക്കയുടെ എഡിറ്റോറിയൽ അഡ്വൈസർ കൂടിയായ പ്രിയപ്പെട്ട സുനിൽ C ആണ്. പ്രിയപ്പെട്ട നജീബ് കാന്തപുരത്തിനെയും സുനിൽ C-യെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മൂന്നാമത്തെ പുസ്തകം തമിഴകത്തിൻ്റെ ബഷീർ എന്ന് അറിയപ്പെടുന്ന നമ്മുടെ എല്ലാം പ്രിയങ്കരനായ കഥാകാരൻ തോപ്പിൽ മുഹമ്മദ് മീരാൻ്റെ തൈക്കാപ്പള്ളിയിലെ മിനാരങ്ങൾ എന്ന ലഘു നോവലാണ്. ഒരു കടലോര ഗ്രാമത്തിൻ കഥൈ തുടങ്ങിയ വളരെ പ്രശസ്തമായ അദ്ദേഹത്തിൻ്റെ രചനാ രീതിയുടെ തുടർച്ച തന്നെയാണ് തൈക്കാപ്പള്ളിയിലെ മിനാരങ്ങളിലും തോപ്പിൽ മീരാൻ പ്രകടിപ്പിച്ചിട്ടുള്ളത്. തോപ്പിൽ മീരാൻ ജീവിച്ചിരുന്നപ്പോൾ എഗ്രിമെൻ്റായ പുസ്തകമാണ്. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെ തുടർന്ന് DTP ജോലികൾ നിർത്തിവെക്കുകയും അതിൻ്റെ ഇല്ലസ്ട്രേഷൻ നിർവഹിച്ച ആർട്ടിസ്റ്റ് സഗീറിൻ്റെ ചില അസൗകര്യങ്ങളാൽ കൂടിയാണ് പുസ്തകത്തിൻ്റെ പ്രകാശനം ഏറെ നീണ്ടുപോയത്. ഇന്ന് ഈ വേദിയിൽ തോപ്പിൽ മീരാൻ സാറുമായി ഏറെ അടുപ്പവും ആത്മബന്ധവും ഉണ്ടായിരുന്ന പ്രിയപ്പെട്ട C. റഹീം സാർ, അദ്ദേഹത്തിനും ഏതാണ്ട് ഇതുപോലൊരു ടൈറ്റിലുണ്ട്, തൈക്കാപ്പള്ളിയിലെ ഉറുമ്പുകൾ എന്ന വളരെ പ്രശസ്തമായ മറ്റൊരു നോവലുണ്ട്. അങ്ങനെ തൈക്കാപ്പള്ളിയിലെ ഉറുമ്പുകളുടെ കഥാകാരൻ C. റഹീം പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകനും കഥാകാരനുമായ TB ലാലിന് നൽകി പ്രകാശിപ്പിക്കുന്നു. പ്രിയപ്പെട്ട C. റഹീമിനെയും TB ലാലിനെയും സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നാലാമത്തെ പുസ്തകം കഥകളാണ്. വെയിൽ വണ്ടി. യുവനിരയിൽ ശ്രദ്ധേയനായ കഥാകാരനും DC ബുക്സ് കോട്ടയം ഹെറിറ്റേജ് ഷോപ്പിൻ്റെ മാനേജരുമായ പ്രിയപ്പെട്ട പ്രവീൺ പ്രിൻസിൻ്റെ മൂന്നാമത്തെ പുസ്തകമാണ് വെയിൽ വണ്ടി. ഈ പുസ്തകം പ്രിയപ്പെട്ട കെ ജയകുമാർ സാർ പ്രകാശിപ്പിക്കും. യുവനിരയിലെ ശ്രദ്ധേയനായ നിരൂപകൻ പ്രിയപ്പെട്ട സുഹൃത്ത് അജീഷ് G. ദത്തൻ പുസ്തകം സ്വീകരിക്കും. അജീഷ് G. ദത്തനെയും ഈ ചടങ്ങിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
ഈ ചടങ്ങിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ട പേപ്പർ പബ്ലിക്കയുടെ എഡിറ്റോറിയൽ ബോർഡ് അംഗവും പത്രപ്രവർത്തകനും കവിയുമായ ഫിർദൌസ് കായൽപ്പുറം, ഈ ചടങ്ങിനെ ധന്യമാക്കാനെത്തിയ പ്രിയപ്പെട്ട സദസ്സിലുള്ള എഴുത്തുകാരും പ്രിയപ്പെട്ട സുഹൃത്തുക്കളും ഉൾപ്പെടെയുള്ള എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ജയകുമാർ സാറിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. അദ്ദേഹം വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ രണ്ടാമത്തെ പുസ്തകത്തിൻ്റെ പ്രകാശനത്തിലേക്ക് പോകാമെന്ന് തോന്നുന്നു. മണ്ടേലയുടെ നാട്ടിൽ ഗാന്ധിജിയുടെയും പ്രിയപ്പെട്ട മുൻ എം പി തലേക്കുന്നിൽ ബഷീറിൻ്റെ യാത്രാനുഭവം പ്രിയപ്പെട്ട നജീബ് കാന്തപുരം MLA യുവനിരയിലെ ശ്രദ്ധേയനായ നിരൂപകൻ സുനിൽ സിക്ക് നൽകി പ്രകാശിപ്പിക്കുന്നു. സംസാരിക്കുന്നതിനായി പ്രിയപ്പെട്ട നജീബ് കാന്തപുരം MLA ക്ഷണിക്കുന്നു. വേദിയിലുള്ള സമാദരണീയരായ പേപ്പർ പബ്ലിക്ക പ്രസിദ്ധീകരണത്തിൻ്റെ മേധാവികൾ, ബഹുമാന്യനായ നിയമസഭാ അംഗം ശ്രീ V. ജോയ്, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഫിർദൌസ് കായൽപ്പുറം, നമ്മുടെ ബഹുമാന്യരായ എഴുത്തുകാരും നിരൂപകരുമായിട്ടുള്ള വേദിയിലെ ശ്രദ്ധേയരായ കേരളത്തിൻ്റെ പ്രഗത്ഭരായ എഴുത്തുകാർ, സ്നേഹനിധികളായ സഹോദരി സഹോദരന്മാർ, വളരെ അഭിമാനകരമായ ഒരവസരമായി ഞാൻ ഈ പുസ്തക പ്രകാശനത്തെ കാണുന്നു. ശ്രീ തലേക്കുന്നിൽ ബഷീറിനെ പോലെയുള്ള മികവുറ്റ ഒരു പാർലമെൻറ്റേറിയനും അനുഭവങ്ങളാൽ സമ്പന്നമായ ഒരു ജീവിതം കൊണ്ട് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ സക്രിയമാക്കിയ സർഗാത്മക പ്രതിഭയുമായിട്ടുള്ള ശ്രീ തലേക്കുന്നിൽ ബഷീറിൻ്റെ മണ്ടേലയുടെ നാട്ടിൽ ഗാന്ധിജിയുടെയും എന്ന പുസ്തകം നിങ്ങളുടെ എല്ലാം അനുവാദത്തോടെ പ്രകാശനം ചെയ്തതായി അറിയിക്കുന്നു. നമ്മൾ വീണ്ടും വീണ്ടും ഗാന്ധിജിയെക്കുറിച്ച് ഓർമ്മിക്കുക മാത്രമല്ല സംസാരിച്ചു കൊണ്ടിരിക്കേണ്ട ഒരു വളരെ രാഷ്ട്രീയ പ്രാധാന്യമേറിയ കാലമാണിത്. തീർച്ചയായിട്ടും ഓരോ മനുഷ്യനും വളരെ ചലനാത്മകമായ രാഷ്ട്രീയമുണ്ടാകേണ്ട ഒരു കാലമാണ്. എത്ര വേഗമാണ് നമ്മുടെ നാടിനെ മുറിവേൽപ്പിക്കുന്ന തരത്തിൽ വർഗീയതയും വിഭാഗീയതയും മനുഷ്യർക്കിടയിൽ മതിലുകളും ഉണ്ടാകുന്നത് എന്നോർക്കുമ്പോൾ ആ മതിലുകൾക്കെതിരെയുള്ള ഏറ്റവും കരുത്തുറ്റ പ്രതിരോധമാണ് മഹാത്മജി എന്ന് നാം അഭിമാനത്തോടെ ഓർക്കേണ്ടതുണ്ട്. ഒരു രാഷ്ട്രത്തിൻ്റെ ശില്പിയായി നിൽക്കുമ്പോഴും ലോകത്തെ മുഴുവനും സ്വാധീനിക്കാൻ മാത്രം വലുതായ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. മഹാത്മജിയെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് ദക്ഷിണാഫ്രിക്കയെ ഒരിക്കലും മറക്കാൻ കഴിയില്ല. ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഗാന്ധിജി എടുത്തെറിയപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇന്ത്യയുടെ സ്വപ്നങ്ങൾ വരെ മാറിപ്പോകുമായിരുന്നു എന്നോർക്കുമ്പോൾ ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് കൂടി നമ്മൾ ഓർക്കുകയാണ്. നെൽസൺ മണ്ടേല അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് മുഴുവനും പറഞ്ഞ ഒരു കാര്യം, തന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് മഹാത്മജിയാണ് എന്നാണ്. മഹാത്മജി എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം, തന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് റസ്കിൻ ജോസഫിൻ്റെ അൺടു ദ ലാസ്റ്റ് എന്ന് പറയുന്ന ലേഖനമാണ് എന്നാണ്. മഹാത്മജിയുടെ ഏറ്റവും വലിയ ജീവിതത്തിലെ ആശയമായിട്ടുള്ള അന്ത്യോദയം എന്ന് പറയുന്ന ആശയം യഥാർത്ഥത്തിൽ രൂപപ്പെടുന്നത് ആ ട്രെയിൻ യാത്രയിലെ ഒരു പുസ്തക വായനയാണ്. ആ പുസ്തക വായനയാണ് മഹാത്മജിയെ യഥാർത്ഥത്തിൽ തൻ്റെ ആശയത്തിനകത്തേക്ക് ഇങ്ങനൊരു അവസാനത്തെ മനുഷ്യനെയും നിങ്ങൾ കാണുക എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് എത്തിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇന്ന് മതത്തിൻ്റെയും ജാതിയുടെയും എല്ലാം പേരിൽ
മനുഷ്യർക്ക് നേരിടുന്ന എല്ലാ വിവേചനങ്ങൾക്കും എതിരെയുള്ള ഒരു മരുന്നാണ് ഗാന്ധിജിയുടെ ഓർമ്മകൾ എന്നതും മണ്ടേലയുടെ ഓർമ്മകൾ എന്നതും. മനുഷ്യനെ മനുഷ്യനായി കാണാൻ ലോകത്ത് ഏറ്റവും ശക്തമായി, ഏറ്റവും വ്യത്യസ്തമായി, ഒരുപക്ഷെ ലോകത്തിന് സമാനതകളില്ലാത്ത ഒരു സമരമുറ രൂപപ്പെടുത്തിയ രണ്ട് നേതാക്കളെ കുറിച്ച് കൂടിയാണ് ഈ പുസ്തകം ഓർമ്മിക്കുന്നത്. ആ പുസ്തകം ഒരു വിവരണം അല്ലെ യാത്രാനുഭവം എന്നതിലപ്പുറത്ത് ഒരാശയങ്ങളിലൂടെയുള്ള തീർത്ഥയാത്രയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ആഫ്രിക്ക എന്ന് പറയുന്നത് എത്രമാത്രം ഇന്ത്യയോട് ഇമോഷണലി ബന്ധപ്പെട്ട് നിൽക്കുന്നുവെന്നും എത്രമാത്രം മണ്ടേലയുടെ ജീവിതത്തിൽ ഗാന്ധിജിയുടെ ആശയങ്ങൾ നിറഞ്ഞു നിൽക്കുന്നുവെന്നും നാം തിരിച്ചറിയുന്ന ഒരു പുസ്തകം കൂടിയാണ് ഇത്. തീർച്ചയായിട്ടും സന്തോഷപൂർവ്വം ഈ പുസ്തകം നിങ്ങൾക്കെല്ലാവർക്കും സമർപ്പിക്കുന്നു. അടുത്ത പുസ്തകം തൈക്കാപ്പള്ളിയിലെ മിനാരങ്ങൾ പ്രിയപ്പെട്ട സി റഹീം TB ലാലിന് നൽകി പ്രകാശിപ്പിക്കുന്നു. ചുരുങ്ങിയ വാക്കുകളിൽ തോപ്പിൽ മീരാനെക്കുറിച്ച് സി റഹീം നമ്മളോട് സംസാരിക്കും. വേദിയിലുള്ള ആദരണീയരെ, പ്രിയപ്പെട്ടവരെ, ഇതൊരു അവിചാരിതമായ അല്ലെങ്കിൽ ഒരു നിയോഗം പോലെ വന്നുപെട്ട ഒരു ചടങ്ങാണിത്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം തമിഴ്നാട്ടിലെ വളരെ പ്രശസ്തനായ സാഹിത്യകാരനാണ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച സാഹിത്യകാരനാണ് തോപ്പിൽ മുഹമ്മദ് മീരാൻ. അദ്ദേഹം മലയാളി കൂടിയാണ്. മലയാളത്തിലും തമിഴിലും ഒരുപോലെ എഴുതാൻ ശേഷിയുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം മലയാളത്തിൽ എഴുതിയ ഒരു നോവലാണ്, അല്ലെങ്കിൽ ലഘു നോവലാണ് ഈ തൈക്കാവിലെ മിനാരം. അത് മലയാളത്തിലെ എനിക്ക് തോന്നുന്നു മാധ്യമ വാരികയിലാണ് അത് പബ്ലിഷ് ചെയ്ത് വന്നത്. അത് ഞാൻ അന്ന് തന്നെ വായിച്ചിരുന്നു. ഞങ്ങൾ തമ്മിൽ വ്യക്തിബന്ധം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് തമിഴ് എഴുതപ്പെട്ട ചില ഗ്രന്ഥങ്ങൾ തന്നെ എൻ്റെ കയ്യിലുണ്ട്. ഞങ്ങൾ ഒന്നിച്ച് യാത്ര ചെയ്തിട്ടുണ്ട്. തസ്രാക്കിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട്. ഒ വി വിജയൻ്റെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടി, ഒ വി വിജയനുമായിട്ടുള്ള ശേഷം ഓർമ്മയിൽ അന്ന് ഞാൻ ഓർക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ മഹത്വം തമിഴ്നാട്ടിൽ എത്ര വലുതായിരുന്നുവെന്ന്. അന്നത്തെ SP, അന്നത്തെ പാലക്കാട്ടെ SP ഇദ്ദേഹത്തെ കണ്ടിട്ട് ഓടി വന്ന് നമസ്കരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ MA പഠിച്ചത് അങ്ങയുടെ പുസ്തകമാണ് എന്ന് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. എന്തായാലും TB ലാൽ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്, എഴുത്തുകാരനാണ്. തോപ്പിൽ മുഹമ്മദ് മീരാൻ അദ്ദേഹത്തിൻ്റെ ഒരു അദൃശ്യ സാന്നിധ്യം, ഒരു അനുഗ്രഹം നമ്മുടെ മേലുണ്ടെന്ന് ഞാൻ കരുതുന്നു. ലാലിന് കൊടുത്തുകൊണ്ട് അത് ചെയ്യാൻ കഴിഞ്ഞതിൽ സന്തോഷം. വായിക്കപ്പെടേണ്ട ധാരാളം കൃതികൾ അദ്ദേഹം എഴുതപ്പെട്ടിട്ടുണ്ട്. എല്ലാ നന്മകളും നേരും. പ്രിയപ്പെട്ട സുനിൽ സി. വേദിയിലും സദസ്സിലുള്ള ഏറ്റവും പ്രിയപ്പെട്ടവരെ, തീർച്ചയായിട്ടും യാത്രാ വിവരണം എന്ന നിലയ്ക്കല്ല തലേക്കുന്നിലിൻ്റെ കൃതി വായിക്കപ്പെടേണ്ടത് എന്നാണ് ഞാൻ കരുതുന്നത്. ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് ഒരുപക്ഷെ യാത്രാ വിവരണം എഴുതപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ, ഇതൊന്നും സാധ്യമല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ആയിരുന്ന ഒരാൾ രണ്ട് ദേശങ്ങളെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്ന ഒരു കൃതി എന്ന രീതിയിലും, രണ്ട് മഹത് വ്യക്തിത്വങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന ഒരു കൃതി എന്ന രീതിയിലും, രണ്ട് സംസ്കാരങ്ങളെയും രണ്ട് ചരിത്രങ്ങളെയും കൂട്ടി ബന്ധിപ്പിക്കുന്ന ഒരു കൃതി എന്ന രീതിയിലുമാണ് ഈ പുസ്തകം വായിക്കപ്പെടേണ്ടത്. അത്തരത്തിൽ ഇതിന് വായനാദൂരം ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. അജീഷ് ജി ദത്തൻ നമ്മളോട് അല്പനേരം സംസാരിക്കും. വേദിയിലും സദസ്സിലുമുള്ള ഗുരുജനങ്ങളെ, പ്രിയപ്പെട്ടവരെ, ഇന്നിവിടെ 4 പുസ്തകങ്ങളാണ് പേപ്പർ പബ്ലിക്ക പുറത്തിറക്കിയ 4 പുസ്തകങ്ങളാണ് പ്രകാശനം ചെയ്യപ്പെടുന്നത്. പ്രവീൺ പ്രിൻസിൻ്റെ മലയാളത്തിലെ പുതിയ എഴുത്തുകാരിൽ, ചെറുകഥാകൃത്തുക്കളിൽ ശ്രദ്ധേയനായ
പ്രവീൺ പ്രിൻസിൻ്റെ വെയിൽവണ്ടി എന്ന് പറയുന്ന കഥാസമാഹാരമാണ് ഞാൻ ഏറ്റുവാങ്ങുന്നത്. പുതിയ തലമുറയിൽ ധാരാളം എഴുത്തുകാർ ശ്രദ്ധേയങ്ങളായ രചനകളുമായി കടന്നു വരുന്നുണ്ട്. അതിലൊരാളാണ് പ്രവീൺ. പ്രവീണിൻ്റെ ഈ സമാഹാരത്തിലെ ഓരോ കഥകളും സവിശേഷമായ ഒരു വഴിയിലൂടെ നടന്നു പോകുന്ന ഒരു കഥാകൃത്തിനെ കാണിച്ചു തരുന്നുണ്ട്. നമുക്കറിയാവുന്ന പോലെ മലയാളത്തിൽ പല നിലകളിൽ കഥകൾ എഴുതുന്ന ആളുകളുണ്ട് എന്ന് നമുക്കറിയാം. അതായത് ആനുകാലികങ്ങളിലൂടെ ശ്രദ്ധിക്കപ്പെട്ട ആളുകൾ. പക്ഷെ എനിക്ക് തോന്നുന്നു പ്രവീൺ അങ്ങനെ ആനുകാലികങ്ങളിലൂടെ അല്ലെങ്കിൽ അതിൻ്റെ ചില വഴികളിലൂടെ നമ്മൾ പലപ്പോഴും മുഖ്യധാര എന്നൊക്കെ പറയുന്ന അതിൻ്റെ വഴികളിലൂടെ നടക്കുന്ന ഒരാളല്ല പ്രവീൺ. ഈ കഥാകൃത്ത് വേറിട്ട അല്ലെങ്കിൽ താൻ തന്നെ തുറക്കുന്ന ഒരു വഴിയിലൂടെ സഞ്ചരിക്കാൻ ശ്രമിക്കുന്ന ഒരു കഥാകൃത്താണ്. അത് ഈ കഥകളിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. ഈ ഓരോ കഥയുടെയും തലക്കെട്ടുകൾ തന്നെ നോക്കുക. വളരെ രസകരങ്ങളായ തലക്കെട്ടുകളാണ്. അല്ലെങ്കിൽ നമ്മളെ ആ കഥയിലേക്ക് പോകാൻ നമ്മിലൊരു ഉദ്വേഗം ജനിപ്പിക്കുന്ന തരത്തിലുള്ള തലക്കെട്ടുകളാണ്. പേരിൽ പെരുമാളിരിക്കുന്നു എന്നാണല്ലോ നമ്മുടെ ഒരു കവി മുമ്പ് പാടിയിട്ടുള്ളത്. അതിൽ നിന്ന് നോക്കുമ്പോൾ ഈ സമാഹാരത്തിൻ്റെ പേര് തന്നെ നോക്കുക, വെയിൽവണ്ടി എന്നാണ്. അതോടൊപ്പം തന്നെ പ്രവീണിൻ്റെ കഥകളുടെ മറ്റൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് ഇയാൾ നല്ലൊരു വായനക്കാരനാണ്. അതുകൊണ്ടുണ്ടാകുന്ന ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുത്തും വായനയുമായി ബന്ധപ്പെട്ട നിരവധി സൂചനകൾ, സന്ദർഭങ്ങൾ, കൃതികൾ, എഴുത്തുകാർ. ഇപ്പോൾ ഇതിനകത്ത് തന്നെ പാമുക് ഓർമ്മ എന്ന് പറഞ്ഞൊരു കഥ, ഒരു ആനന്ദാശ്രുവിൻ്റെ ഉപ്പ് എന്ന് പറഞ്ഞൊരു കഥ നമുക്ക് കാണാം. അല്ലെങ്കിൽ സാർത്ര നടക്കാനിറങ്ങുന്ന ജീൻ പോൾ സാർത്ര എന്ന് പറയുന്ന നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പ്രസിദ്ധനായ നോവലിസ്റ്റായിരുന്നു, സൈദ്ധാന്തികനായിരുന്നു, ഒക്കെ ആയിരുന്നു സാർത്ര നടക്കാനിറങ്ങുന്ന മുല്ലപ്പുഴ തോട്ടങ്ങൾ എന്നൊരു കഥയുണ്ട്. അപ്പോൾ അങ്ങനെ ഈ എഴുത്തും വായനയെയും കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരുന്ന ഇയാൾ നല്ലൊരു വായനക്കാരനാണെന്ന് കൂടി നമ്മെ കാണിച്ചു തരുന്ന അതിൻ്റെ റെഫറൻസുകളുള്ള കഥകൾ ഈ സമാഹാരത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അത് പൊതുവായി ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒന്നാണ്. അതോടൊപ്പം തന്നെ വളരെ ഉന്മാദം നിറഞ്ഞ ഭാഷയാണ്. ഒരർത്ഥത്തിൽ കവിത പോലെയൊക്കെ ചില സന്ദർഭങ്ങൾ നമുക്ക് തോന്നാവുന്ന വിധത്തിൽ ഒരു നിലവിട്ട ഒരു ഉന്മാദത്തിൻ്റെ ഒരു വല്ലാത്തൊരു പോക്ക് നമുക്ക് ചില കഥകളിലൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പ്രത്യേകിച്ച് പ്രവീണിൻ്റെ കഥകളെ പറ്റി. അതുപോലെ തന്നെ പുതിയ കാലത്തിൻ്റെ ഈ ഒരു ജീവിതത്തെ, അതിൻ്റെ കലാജീവിതത്തെ, അല്ലെങ്കിൽ പുതിയ കാലത്തിൻ്റെ പ്രതീക്ഷകളെ അല്ലെങ്കിൽ നൈരാശ്യങ്ങളെ ഒക്കെ ഈ കഥകളിൽ നമുക്ക് ഒട്ടും പ്രകടമല്ലാതെ തന്നെ നമുക്ക്, അതായത് വളരെ മുദ്രാവാക്യ സ്വഭാവങ്ങളൊന്നുമില്ലാതെ വളരെ ഏസ്തെറ്റിക്കലായിട്ട്, വളരെ സൗന്ദര്യശാസ്ത്രപരമായിട്ട് ബുദ്ധിപൂർവം നിബന്ധിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എന്തായാലും പ്രവീണിൻ്റെ മൂന്നാമത്തെ സമാഹാരമാണ് വെയിൽവണ്ടി എന്ന് പറയുന്ന ഈ പുസ്തകം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തുടർ എഴുത്തു ജീവിതത്തിന് എല്ലാവിധ ആശംസകളും ഈ അവസരത്തിൽ പറയുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ പ്രകാശനം ചെയ്യപ്പെട്ട മറ്റു പുസ്തകങ്ങൾ, കാലച്ചുവടുകളാണെങ്കിലും മണ്ടേലയുടെ നാട്ടിൽ ഗാന്ധിയുടെയും എന്ന തലേക്കുന്നിൽ ബഷീറിൻ്റെ യാത്രാവർണ്ണമാണെങ്കിലും, ഇപ്പോൾ നമുക്കറിയാം ആഫ്രിക്കൻ യാത്രാവർണ്ണങ്ങളുടെ ഒരു പാരമ്പര്യം നമുക്കുണ്ട് എന്ന് നമുക്കറിയാം. എസ് കെ പൊറ്റക്കാട് മുതൽ സക്കറിയ ഒക്കെ ശ്രദ്ധേയരായിട്ടുള്ള ആളുകൾ എഴുതിയിട്ടുള്ള ആഫ്രിക്കൻ യാത്രാ വിവരണങ്ങളുണ്ട്. ആ ഒരു നിരയിലേക്ക് അത് ധാരാളമായി ഇവിടെ മലയാള സാഹിത്യത്തിൽ ശ്രദ്ധേയങ്ങളായ വിമർശനങ്ങൾക്കും പഠനങ്ങൾക്കും ഒക്കെ
വിധേയമായിട്ടുണ്ട്. നാളുകളിൽ ഈ പറയുന്ന ഈ ഇദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയക്കാരുടെ ആത്മകഥകൾ ആദ്യമായിട്ടല്ല വരുന്നത് നമുക്കറിയാം. ധാരാളം ആത്മകഥകൾ പണ്ടൊക്കെ സോവിയറ്റിലേക്ക് ധാരാളമായി പോവുകയും സോവിയറ്റ് നാടുകളുടെ ധാരാളം യാത്രാവർണ്ണങ്ങൾ മലയാളത്തിൽ വരികയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ പറയുന്ന ആഫ്രിക്കൻ യാത്രാവർണ്ണങ്ങൾക്ക് മലയാളത്തിൽ ഒരു സവിശേഷമായ സ്ഥാനം ഉണ്ട് എന്നുള്ളത് കൊണ്ട് നമുക്ക് ഭാവിയിൽ പ്രത്യേകിച്ചൊരു രാഷ്ട്രീയ പ്രവർത്തകൻ എഴുതിയ ഒരു യാത്രാവർണ്ണം എന്നുള്ള നിലയ്ക്ക് ഭാവിയിൽ കൂടുതൽ സാധ്യതകൾ ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതോടൊപ്പം തന്നെ തോപ്പിൽ മുഹമ്മദ് ബീരാൻ്റെ നോവലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അദ്ദേഹം വളരെ ശ്രദ്ധേയനായ നോവലിസ്റ്റാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നോവലിനും കൂടുതൽ വായനക്കാരുണ്ടാവട്ടെ. പേപ്പർ പബ്ലിക്കയുടെ തുടർ പ്രസാധക ജീവിതത്തിന് കൂടുതൽ ഭംഗി കൈവരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ ചുരുങ്ങിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട പന്ന്യൻ രവീന്ദ്രൻ്റെ ഏറ്റവും പുതിയ പുസ്തകം കാലച്ചുവടുകൾ ഏറെ ബഹുമാന്യനായ കെ ജയകുമാർ സാർ അഡ്വക്കേറ്റ് വി ജോയി MLAക്ക് നൽകി പ്രകാശിപ്പിക്കുന്നു. രചിച്ച കഥകളുടെ സമാഹാരം വെയിൽ വണ്ടി കെ ജയകുമാർ സാർ അജീഷ് ദത്തിന് നൽകി പ്രകാശിപ്പിക്കുന്നു. ഇവിടെ സന്നിഹിതരായിട്ടുള്ള ഈ പുസ്തകം ഏറ്റുവാങ്ങിയ ശ്രീ ജോയ് MLA, അതുപോലെ തന്നെ ശ്രീ നജീബ് കാന്തപുരം MLA, ഇവിടെ പങ്കെടുക്കുന്ന ശ്രീ പ്രവീൺ പ്രിൻസ്, ശ്രീ സുനിൽ തുടങ്ങി സാഹിത്യരംഗത്ത് വളരെ ആധികാരികമായി സംസാരിക്കാൻ കഴിയുന്നവരെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ വളരെ വൈകി വന്ന് ഇത് ചെയ്തത് മനഃപൂർവ്വമല്ല. അവിടെ ടാഗോർ തിയേറ്ററിൽ കേരളീയത്തിൻ്റെ ഭാഗമായിട്ടുള്ള വലിയ സെമിനാർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ പ്രസംഗിച്ചിട്ട് പോന്നാൽ പോരാ, ഉത്തരവും പറയണം. അപ്പോൾ എന്തെങ്കിലും പറഞ്ഞിട്ട് ഇറങ്ങി പോരാൻ സമ്മതിക്കില്ല, ഉത്തരം പറയണം. അപ്പോൾ അങ്ങനെ മറുപടിയും പറഞ്ഞിട്ടാണ് ഞാൻ ഓടി വന്നത്. ഈ പുസ്തകം, പ്രത്യേകിച്ച് ശ്രീ പന്ന്യൻ രവീന്ദ്രൻ്റെ പുസ്തകം, അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ, അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ ഈ രൂപത്തിൽ നമ്മുടെ മുമ്പാകെ എത്തുകയാണ്. നമ്മുടെ പൊതുരംഗത്ത് വളരെ സുതാര്യമായ ജീവിതം നയിക്കുന്ന, വളരെ ലാളിത്യത്തോടുകൂടി ജീവിക്കുന്ന, അകവും പുറവും തമ്മിൽ വൈരുദ്ധ്യമില്ലാത്ത ഒരു പൊതുജീവിതത്തിൻ്റെ ഉടമയാണ് ശ്രീ പന്ന്യൻ രവീന്ദ്രൻ എന്ന് നമുക്കറിയാം. എല്ലാവരും ആത്മകഥയും ഓർമ്മക്കുറിപ്പും എഴുതിയാൽ എല്ലാവരും വായിച്ചു കൊള്ളണമെന്നില്ല. കാരണം ആത്മകഥനമാണെങ്കിലും അത് സത്യകഥനമാണ് എന്ന് കൂടി നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മളൊരു പുസ്തകം വായിക്കാൻ തയ്യാറാവൂ. പുസ്തകം വായിക്കുന്നത് നമുക്കറിയാം, സമയം വളരെ കുറവാണ്. ഒരുപാട് പുസ്തകങ്ങളുണ്ട് വായിക്കാൻ. നമ്മുടെ ഷെൽഫിൽ തന്നെ വാങ്ങിച്ചു വച്ചിട്ടുള്ള പുസ്തകങ്ങളിൽ പലതും നമ്മൾ ഇനിയും വായിച്ചിട്ടില്ല. എപ്പോഴെങ്കിലും വായിക്കാം, ആവശ്യം വരുമ്പോൾ എടുക്കാം എന്നൊക്കെ വിചാരിച്ച് വച്ചിരിക്കുകയാണ്. എന്നാൽ ചില പുസ്തകങ്ങൾ നമ്മൾ കിട്ടുമ്പോൾ തന്നെ വായിക്കും. അല്ലെങ്കിൽ വായിക്കാനെടുക്കുന്ന പുസ്തകങ്ങൾ നമ്മളോട് അവരുടെ ചില സാക്ഷ്യപത്രങ്ങളുണ്ട്. നിശബ്ദമായി ഒരു പുസ്തകം നമുക്കൊരു സാക്ഷ്യപത്രം തരും, ഞാൻ ഇതിനകത്ത് എഴുതിയിരിക്കുന്നതൊക്കെ സത്യമാണ് എന്ന് നമുക്ക് ബോധ്യമുള്ള പുസ്തകങ്ങളെ നമ്മൾ വായിക്കും. ഞാൻ കുറഞ്ഞ പക്ഷം ഞാൻ അത്രേ വായിക്കും. അല്ലാതെ അവനവൻ്റെ വീമ്പിളക്കലിനെ പറ്റിയുള്ള
കഥകൾ കൊണ്ട് നിർഭരമായ ആത്മകഥകൾ ഞാൻ വായിക്കാറില്ല. കാരണം സമയമില്ലാഞ്ഞിട്ടാണ്. ഒഴിവ് സമയമുണ്ടെങ്കിൽ നമുക്കതൊക്കെ വായിക്കാം. പക്ഷേ പന്ന്യൻ രവീന്ദ്രൻ്റെ പുസ്തകം അവിടെ വ്യത്യസ്തമാകുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ സുതാര്യത കൊണ്ടും ലാളിത്യം കൊണ്ടുമാണ്. പൊതുരംഗത്ത് ഇത്രയും കാലം നിന്ന് വളരെ നമ്മളിലൊരാളെപ്പോലെ നമ്മളിൽ നിന്ന് അന്യനല്ലാതെ ജീവിക്കുന്ന ഒരാൾ. അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മൾ അറിയേണ്ടത് തന്നെയാണ്. ഏറ്റവും വലിയ വെല്ലുവിളി എങ്ങനെയാണ് അധികാരത്തിനോട് അടുത്ത് നിൽക്കുമ്പോഴും ഇത്ര നിസ്വനായിട്ട് ജീവിക്കാൻ ഒരാൾക്ക് സാധിക്കുന്നത്. അത് നമ്മൾ അറിയേണ്ടതാണ്. അതാണ് ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ വിജയം. തൻ്റെ ജീവിത സാഹചര്യങ്ങൾ, ജനിച്ചു വളർന്ന ഇല്ലായ്മയുടെ നാളുകൾ, മാതാപിതാക്കൾ നമ്മളെ ജീവിതത്തിന് നടത്തിയ സ്വാധീനങ്ങൾ, അവരുടെ കഷ്ടപ്പാടുകൾ, അങ്ങനെ കഷ്ടപ്പാടുകൾ അറിയുമ്പോൾ കഷ്ടപ്പാടുകളാണ് ജീവിതത്തിലെ ഒരു വലിയ യാഥാർത്ഥ്യമെന്ന് മനസ്സിലാക്കുകയും അത് മറക്കാതിരിക്കാൻ സ്വയം ശാസിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വം. ഇതൊക്കെയാണ് വാസ്തവത്തിൽ നമ്മുടെ പൊതുജീവിതത്തിൽ മാതൃകകളാകാവുന്ന ആക്കേണ്ട ആളുകളുടെ ജീവിതത്തിൻ്റെ ഒരു പരിച്ഛേദം എന്ന് പറയുന്ന ഇതാണ്. വന്ന വഴികളുടെ കഷ്ടപ്പാടുകൾ, ആ കഷ്ടപ്പാടുകൾ നൽകിയ പാഠങ്ങൾ, ആ പാഠങ്ങൾ ഒരിക്കലും മറക്കരുത് എന്നുള്ള ഒരു നിർണയം, ഇതൊക്കെ ചേരുമ്പോഴാണ് ഒരാളിൻ്റെ വ്യക്തിത്വം സുതാര്യവും സുദൃഢവുമായി തീരുന്നത്. വ്യക്തിത്വത്തിലുള്ള ഈ ഔചിത്യഭംഗങ്ങൾ അല്ലെങ്കിൽ പൊരുത്തക്കേടുകളാണ് നമ്മളെ ഒരാളിൽ നിന്ന് പലപ്പോഴും അകറ്റുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ അറിയാം, നമുക്കൊരാളോട് ഇഷ്ടമുണ്ട് എങ്കിൽ എല്ലാ കാര്യത്തിനും അയാളോട് നമുക്ക് വർത്തമാനം പറയണം അല്ലെങ്കിൽ ആശയവിനിമയം നടത്തണമെന്ന് തോന്നുന്ന ആളുകൾ ആരാണ് എന്ന് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പരിശോധിച്ചാൽ കാപട്യമില്ലാത്തവരോടെ നമുക്ക് മനസ്സ് തുറക്കാൻ സാധിക്കും. കാപട്യമുള്ളവരോട് സംസാരിക്കുമ്പോൾ നമ്മൾ തന്നെ കുറച്ച് കൗശലക്കാരായി മാറും. ഇവനോട് ഇന്നതൊന്നും പറയാൻ പാടില്ല, കുഴപ്പമാണ്, ഇയാളോട് ഇന്ന കാര്യങ്ങൾ പറയുമ്പോൾ സൂക്ഷിക്കണം. അങ്ങനെ സൂക്ഷിക്കണം എന്ന് മറ്റൊരാളിന് തോന്നുന്ന വ്യക്തിത്വം അപകടമാണ്. എന്നാൽ പന്ന്യൻ രവീന്ദ്രൻ്റെ വ്യക്തിത്വം നമ്മളൊന്നും സൂക്ഷിക്കേണ്ട, നമ്മളായിട്ട് തന്നെ ഇടപെടാൻ സാധിക്കും. കാരണം അദ്ദേഹമായിട്ടാണ് ഇടപെടുന്നത്, അവിടെ കാപട്യമില്ല. അതുകൊണ്ട് ആ ഒരു നിഷ്കപടതയുടെ ഏറ്റവും നല്ല ഒരു സാക്ഷ്യമായി ഞാൻ ഈ പുസ്തകത്തെ കാണുന്നു. ഇത് പ്രകാശിപ്പിക്കാൻ എന്നോട് ആവശ്യപ്പെട്ടത് ഒരു വലിയ ദാക്ഷിണ്യമായി, അംഗീകാരമായി ഞാൻ കാണുന്നു. പന്ന്യൻ രവീന്ദ്രൻ്റെ ജീവിതം അനേകായിരങ്ങളുടെ ആശീർവാദം കൊണ്ട്, സ്നേഹം കൊണ്ട് സമ്പന്നമാണ് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആ സമ്പന്നത തുടർന്നും ഉണ്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. പ്രവീൺ പ്രിൻസിൻ്റെ പുസ്തകം ഞാൻ ഔപചാരികമായി പ്രകാശിപ്പിച്ചെങ്കിലും എനിക്കതിനെപ്പറ്റിയുള്ള അജ്ഞത കാരണം ഞാൻ എന്തെങ്കിലും പറയുന്നത് അവിവേകമായിരിക്കും. അദ്ദേഹത്തിൻ്റെ യാത്രാ വഴി വളരെ ശോഭനമായി തീരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട ടി ബി ലാൽ, വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, ശ്രീ തോപ്പിൽ മുഹമ്മദ് മീരാൻ്റെ തൈക്കാപ്പള്ളിയിലെ മിനാരങ്ങൾ എന്ന പുസ്തകം സന്തോഷപൂർവ്വം ഞാൻ ഏറ്റുവാങ്ങുകയാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഒരു നിമിഷം ശിരസ് കുനിക്കുന്നു. ഈ തേങ്ങാപ്പട്ടണം എന്ന് പറയുന്ന കൊച്ചു ഗ്രാമം നമ്മുടെ തിരുവനന്തപുരത്ത് നിന്നും വേറെ ദൂരെയൊന്നുമില്ല. പക്ഷേ അദ്ദേഹം ഒരു അർദ്ധ മലയാളി എന്ന് പറയാം. അദ്ദേഹം തമിഴിനാണ് എഴുതിയത്. പക്ഷേ മലയാളിയെപ്പോലെ മലയാളം പറയുകയും മലയാളം സംസാരിക്കുകയും ചെയ്ത ഒരു വലിയ എഴുത്തുകാരനായിരുന്നു അദ്ദേഹം. നമ്മളെല്ലാവരും പറയും കടലോര ഗ്രാമത്തിൻ്റെ കഥകളാണ് അദ്ദേഹം പറഞ്ഞത്, അത് എഴുതിയത്, അവിടുത്തെ മനുഷ്യരെയാണ് ചിത്രീകരിച്ചതെന്നൊക്കെ. തീർച്ചയായും ശരിയാണ്. അവിടെ കടലോര ഗ്രാമത്തിൻ്റെ കഥ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ നോവൽ അന്ന് ദശകങ്ങൾക്ക് മുമ്പ് 20,000 കോപ്പിയാണ് വിറ്റുപോയത്. അന്നൊരു സർവകാല റെക്കോർഡാണ്. ഇതൊക്കെ പറയുമ്പോൾ തന്നെ തോപ്പിൽ മുഹമ്മദ് മീരാൻ എന്ന് പറയുന്ന വലിയ രാഷ്ട്രീയമാനങ്ങൾ ഉയർത്തിപ്പിടിച്ച ഒരു എഴുത്തുകാരനെ കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. അത് അധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. എൽ ടി ടിയുമായി അവരുടെ നിലപാടുകളുമായി വളരെയേറെ വ്യത്യസ്തമായൊരു സമീപനം സ്വീകരിച്ച എഴുത്തുകാരനായിരുന്നു തോപ്പിൽ മുഹമ്മദ് മീരാൻ. അദ്ദേഹം ശ്രീലങ്കൻ പാർലമെൻറ്റിൽ പോവുകയും അവിടുത്തെ എൽ ടി ടിയിൽ നിന്ന് രാജിവെച്ച് സർക്കാർ എം പി ആയി മാറിയ കരുണ എന്ന് പറയുന്ന ഒരു പഴയ എൽ ടി നേതാവിനെക്കുറിച്ച് ഇൻ്റർവ്യൂ നടത്തുകയും അത് വലിയ ഒരു പുസ്തകരൂപത്തിൽ വന്നിട്ടുണ്ട്. അത്തരം അതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ നമുക്ക് മലയാളത്തിൽ വളരെ കുറവാണ് ലഭ്യമായിരിക്കുന്നത്. മലയാളത്തിൻ്റെ ബഷീർ എന്നുകൂടി അദ്ദേഹം വിശേഷിപ്പിക്കാറുണ്ട്. 2019 അദ്ദേഹം നമ്മുടെ ഇവിടെ പറഞ്ഞ 75-ാം വയസ്സിൽ. ആ സമയത്ത് അദ്ദേഹത്തെക്കുറിച്ച് എഴുതാൻ ഇടയായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു വലിയ തോതിൽ മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോഴാണ് ഈ എൽ ടി ടിയുമായുള്ള ആദ്യത്തെ രാഷ്ട്രീയ നിലപാടുകളെക്കുറിച്ച് കൂടുതൽ അറിയാൻ സാധിച്ചത്. അത്തരം ചില വായനകൾ കൂടി തോപ്പിൽ മുഹമ്മദ് മീരാനെക്കുറിച്ച് ഉണ്ടാവണം, മലയാളത്തിൽ ഉണ്ടാകണം, പഠനങ്ങൾ ഉണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സമയം ദീർഘിപ്പിക്കുന്നില്ല. നന്ദി.
ആശംസയും നന്ദി വാക്കുകളുമായി പ്രിയപ്പെട്ട ഫിർദൗസ് കായൽപ്പുറം. പ്രിയപ്പെട്ടവരെ, ചരിത്രത്തിൻ്റെ വല്ലാത്തൊരു സംഗമമെന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന പോലെ 4 പുസ്തകങ്ങൾ, അത് തികച്ചും വ്യത്യസ്തമായ 4 തലങ്ങളിലുള്ള പുസ്തകങ്ങൾ. ഒന്ന്, നമുക്കറിയാം, കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും അതിർത്തി ഗ്രാമമായ തേങ്ങാപ്പട്ടണത്ത് ജീവിച്ചുകൊണ്ട് തമിഴ് മലയാളം സങ്കരഭാഷകളുടെ ആത്മാവിൽ തൊട്ട് തമിഴിനെയും മലയാളത്തെയും ഒരുപോലെ തലോടിയ മഹാനായ എഴുത്തുകാരനായിരുന്നു തോപ്പിൽ മുഹമ്മദ് വീരാൻ. നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുണ്ടെങ്കിലും അതിനപ്പുറം വളരെ വൈകാരികമായി തമിഴ് മലയാളം ഗ്രാമങ്ങളുടെ ഗ്രാമീണ ജീവിതത്തെ അടയാളപ്പെടുത്തി കടന്നുപോയ ഒരു വലിയ എഴുത്തുകാരനാണ്. അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ പുസ്തകത്തിലേക്ക് വന്നാൽ, പ്രിയപ്പെട്ട ശ്രീ പന്ന്യൻ രവീന്ദ്രൻ ഏതാണ്ട് അരനൂറ്റാണ്ട് കാലത്തെ ഇന്ത്യയുടെ, കേരളത്തിൻ്റെ കല, രാഷ്ട്രീയം, സാംസ്കാരികം, കായികം, സംഗീതം എന്നിങ്ങനെ വിവിധ വിഷയങ്ങളെ തൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന നിലപാടുകളുടെ ദിശാബോധത്തിൽ നിന്നുകൊണ്ട് വ്യക്തമായി അടയാളപ്പെടുത്തിയിട്ടുള്ള പുസ്തകമാണ്. പിന്നീട് വരുന്നത് പ്രിയപ്പെട്ട പ്രവീൺ പ്രിൻസിൻ്റെ പുസ്തകം, വേറിട്ട കഥകൾ സമ്മാനിക്കുന്ന ഒരു പുസ്തകമാണ് പേപ്പർ പബ്ലിക്ക ചെയ്തിരിക്കുന്നത്. ഞങ്ങൾക്ക് വളരെ അഭിമാനമുണ്ട്. വെയിൽവണ്ടി എന്നിങ്ങനെ മണ്ടേലയുടെ നാട്ടിൽ ഗാന്ധിജിയുടെയും തലേക്കുന്നിൽ ബഷീർ 2002 മറ്റോ ഏതാനും ചെറിയ ലേഖനങ്ങൾ ചേർത്ത് പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമായിരുന്നു അത് പിന്നീട് ഇപ്പോൾ ഇന്ത്യയെ വീണ്ടെടുക്കൽ എന്നൊരു മുദ്രാവാക്യം രാജ്യമാകെ ഉയർന്നു കേൾക്കുമ്പോൾ തലേക്കുന്നിൽ ബഷീറും ഗാന്ധിജിയും വീണ്ടും നമ്മൾ അനുസ്മരിക്കേണ്ടതും ഓർക്കേണ്ടതുമാണ്. ഏതായാലും ഈ ഒരു സന്ദർഭം വളരെ ഭാഗ്യമുള്ളതാണ്. എല്ലാ നല്ല പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞു എന്നതിൽ ഏറെ അഭിമാനമുണ്ട്. അതോടൊപ്പം കൂടുതൽ വായനയുടെ പുതിയ തലങ്ങളിലേക്ക് കടന്നു വരാൻ കഴിയുന്ന ഒരു സന്ദർഭമായി കൂടി എല്ലാവരും ഇതിനെ വിനിയോഗിക്കണമെന്ന് വളരെ ആത്മാർത്ഥമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിലും സദസ്സിലും പങ്കെടുത്ത മുഴുവൻ പേരെയും അഭിവാദ്യം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. പ്രവീൺ പ്രിൻസ്. വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, പ്രിയ സുഹൃത്തുക്കളെ, ഒരു നവാഗത എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് എന്നെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു വേദിയാണ്, വലിയൊരു അവസരമാണ്. കാരണം ഒരുപാട് നമ്മുടെ ചരിത്രത്തിലും നമ്മുടെ രാഷ്ട്രീയത്തിലും നമ്മുടെ സാമൂഹിക പശ്ചാത്തലത്തിലുമൊക്കെ വലിയ ഇടപെടലുകൾ നടത്തിയ കുറച്ചധികം ആളുകളുടെ സാന്നിധ്യം കൊണ്ടും അത്തരം ആളുകളുടെ പുസ്തകങ്ങൾ കൊണ്ടുമൊക്കെ സമ്പന്നമായൊരു വേദിയിൽ ഇങ്ങനെ വേദി പങ്കിടാൻ സാധിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമായി കരുതുന്നു. കഥാസമാഹാരം ഇറങ്ങിയിട്ടുണ്ട്. വലിയ അവകാശവാദങ്ങളില്ല. വായിക്കുക, വായനയിൽ എന്നെ കൂടി ചേർക്കുക എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. ഇത്തരമൊരു അവസരം ഒരുക്കി തന്ന എൻ്റെ പ്രസാദകരായ പേപ്പർ പബ്ലിക്കും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി. ഈ സമ്മേളനം പൂർണ്ണമാകുന്നു. നന്ദി.